നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കേന്ദ്ര ബഡ്ജറ്റിനെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ലോക്സഭയിൽ ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇന്നലെ ബഡ്ജറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പാർലമെന്റിൽ സംസാരിക്കാമെന്നായിരുന്നല്ലോ രാഹുൽ പറഞ്ഞത്. അതിനിടെ കേരളത്തിനായുള്ള അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ സ്വന്തം നിലയ്ക്ക് ഊർജിതമാക്കിയിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. പദ്ധതിയുടെ ഔദ്യോഗിക ഓഫീസ് ഇന്ന് മലപ്പുറം പൊന്നാനിയിൽ തുറക്കാനിരിക്കുന്നു. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ ഓഫീസ് ഉപയോഗിക്കുക എന്നാണ് മെട്രോമാൻ പറയുന്നത്. ഫെബ്രുവരി 15 മുതൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യോഗങ്ങൾ തുടങ്ങും. ആദ്യ യോഗം മലപ്പുറത്ത് തന്നെയായിരിക്കും നടക്കുക. മലപ്പുറത്തിന് പിന്നാലെ അതിവേഗ റെയിൽ കടന്നു പോകുന്ന മറ്റ് ജില്ലകളിലും വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് മെട്രോമാൻ്റെ തീരുമാനം. സംസ്ഥാന ബജറ്റിന്മേൽ ചർച്ച ഇന്നു മുതൽ നിയമസഭയിൽ ആരംഭിക്കും. സ്വർണ്ണക്കൊള്ള വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ബജറ്റ് പ്രതിഷേധങ്ങളും ബഡ്ജറ്റ് ചർച്ചകളും മാത്രമല്ല, ഇന്ന് ഒട്ടേറെ കോടതി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. മുന്നണികളിൽ തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ചകളും കാര്യമായി നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് തലക്കെട്ടുകൾ നോക്കി പെട്ടെന്ന് തിരിച്ചു വരാം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടക്കം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നു മുതൽ സമരം ഘടിപ്പിക്കാൻ സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാർ. ഇന്നു മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണം, അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള അവശ്യ സേവനങ്ങളെ ഒഴിവാക്കും. മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ധർണ സമരം ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാൻ പ്രതിപക്ഷം. ബജറ്റിന്മേൽ ചർച്ച വ്യാഴാഴ്ച മുതൽ. ധനമന്ത്രിയുടെ മറുപടി 11-ന്. എഫ്സ്റ്റീൻ ഫയൽ വിവാദം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന ആവശ്യം. അതിവേഗ റെയിൽ കേന്ദ്ര അവഗണന തുടരുന്നതിനിടെ പൊന്നാനിയിൽ ഓഫീസ് തുടങ്ങാൻ ഇ ശ്രീധരൻ. 15 മുതൽ വിശദീകരണ യോഗങ്ങൾ. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നു മുതൽ നിയമസഭയിൽ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന പരാതി ഇന്ന് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കും. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസിന്റെ നിർണായക ചർച്ച. 4 സീറ്റ് തിരികെ വേണമെന്ന നിലപാടിൽ കോൺഗ്രസ്. 10 വേണമെന്ന് PJ ജോസഫ്. പൂഞ്ഞാർ വേണമെന്ന് കേരള കോൺഗ്രസ്. ശബരിമല കട്ടിളപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ. SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആക്ഷേപം ശക്തം. തന്ത്രി കണ്ഠരൻ രാജീവ്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരുടെ ജാമ്യ ഹർജികളും പരിഗണനയ്ക്ക്. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന് പാകിസ്ഥാൻ. തീരുമാനം ബംഗ്ലാദേശിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കൊളംബോയിലേക്ക് പോകുമെന്നും മത്സരം ഉപേക്ഷിക്കുന്നതുവരെ സ്റ്റേഡിയത്തിൽ തുടരുമെന്നും ടീം ഇന്ത്യ. ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന തീരുമാനം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ICC. വിശദമായ വാർത്തകൾ നോക്കാം. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. അനിശ്ചിതകാല OP ബഹിഷ്കരണം ഇന്നു മുതൽ. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾ മുടങ്ങില്ല. അതേസമയം ഇന്നു മുതലുള്ള സമരം ആശുപത്രി പ്രവർത്തനത്തെ ബാധിക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിട്ട്, സർക്കാർ ഡോക്ടർമാർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്നു മുതൽ സമരം ശക്തമാക്കുകയാണ്. നേരത്തെയും അവർ സമരം ആരംഭിച്ചിട്ടുണ്ട്. സൂചനാ പണിമുടക്കുണ്ടായിരുന്നു. അതിനുശേഷം സമരമുണ്ട്. ഇന്നു മുതൽ അത് കടുപ്പിക്കുകയാണ്. എന്താണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ? മായ, നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഡോക്ടർമാർ, സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഈ സമരം ആരംഭിക്കുന്നത്. ഈ സമരം എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ കുറെ കാലമായി നടത്തുന്ന ഒരു സമരമാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 2025 ജൂലൈ മുതലാണ് ഇവരുടെ സമരം ആരംഭിക്കുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ശമ്പള പരിഷ്കരണവും ശമ്പള വർധനവും തന്നെയാണ്. സർക്കാർ ജീവനക്കാർക്ക് പല ഘട്ടങ്ങളിലായി ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും ഡോക്ടർമാർക്കൊന്നും ശമ്പളം വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട്
ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സമരം ചെയ്തു. പക്ഷേ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയെങ്കിലും അതിന്മേലുള്ള കുടിശ്ശിക, വലിയൊരു കുടിശ്ശിക ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആ കുടിശ്ശിക നടപ്പാക്കണം, അത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ DA കുടിശ്ശിക കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ് DA കുടിശ്ശിക, അത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അടിസ്ഥാന ശമ്പള വർധനവ് ഇതവർ മുന്നോട്ട് വെക്കുകയാണ്. മാത്രമല്ല ഈ പ്രവേശനം, അതായത് ഈ എൻട്രൻസ് ഡോക്ടർമാർക്ക് പ്രവേശിക്കുമ്പോൾ സമയത്ത് ആ പ്രവേശന തസ്തികയിലെ ശമ്പളം, ആ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർധനവുണ്ടാക്കണം. അങ്ങനെ നിരവധി അവരുടെ ശമ്പള പരിഷ്കരണവും ബന്ധപ്പെട്ടുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സമരം നടത്തുന്നത്. ഒരു പ്രധാനമായും പറയുന്നത് മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നെങ്കിൽ പോലും ഡോക്ടർമാരെ നിരന്തരം അവഗണിക്കുന്നു എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതനുസരിച്ചവർ പല ഘട്ടങ്ങളിലായി ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിലും ആ ചർച്ചകളിലൊന്നും തന്നെ കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. ചർച്ചകളൊക്കെ തന്നെയും പരിഹരിക്കാമെന്ന് പറയുന്നു. എന്നാൽ ആ ഒരു സമയപരിധി കഴിയുമ്പോൾ പിന്നെയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അനാസ്ഥ അല്ലെങ്കിൽ സർക്കാർ പിന്നെയും അവഗണന, നിരന്തരം അവഗണനയാണ് നേരിടുന്നു എന്നാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ടാണ് KGM-CT നേതൃത്വത്തിൽ ഈ സമരത്തിലേക്ക്, ഇതൊരു നിർണായക ഘട്ടത്തിലേക്കാണ് ഇന്ന് കിടക്കുന്നത്. നേരത്തെ ഒരാഴ്ച മുമ്പ് ഒരു സമരം നടത്തിയെങ്കിലും സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ സമരവും മാർച്ചും എന്നതിനപ്പുറത്തേക്ക് മറ്റ് സമര പരിപാടികളിലേക്ക് കടന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് പല ഘട്ടങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ സമരത്തിന്റെ ഒരു രീതി. അപ്പോൾ ഇന്ന് മുതൽ ഒരു സുപ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇന്ന് മുതൽ OP ബഹിഷ്കരിക്കുന്നു. അത് എത്ര നാളെന്ന് പറയുന്നില്ല, അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിക്കുന്നു. മാത്രവുമല്ല അടിയന്തര ശസ്ത്രക്രിയകൾ ഒഴികെയുള്ളവ നടക്കില്ല എന്നും ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം കാഷ്വാലിറ്റി, ICU, ലേബർ റൂം ഉൾപ്പെടെയുള്ള അടിയന്തര, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള അടിയന്തര ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ അടിയന്തരമായ അവശ്യ സേവനങ്ങൾ വേണ്ട മേഖലകളൊക്കെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ അതേ രീതിയിൽ തന്നെ തുടരും. പക്ഷേ ഈ 9-ാം തീയതി മുതൽ ഈ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ളവ ബഹിഷ്കരിക്കുമെന്നാണ് ഡോക്ടർമാർ. അതൊരു ഇതുപോലെ അനിശ്ചിതകാലത്ത് OP ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്നെങ്കിൽ പോലും മറ്റ് അവശ്യ സർവീസുകൾ തുടരുമെങ്കിൽ പോലും എല്ലാ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും. കാരണം നമുക്കറിയാം ഒരു OP ബഹിഷ്കരണമൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളെ, അതും പ്രത്യേകിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജൊക്കെ നമുക്കറിയാം, അവിടെ കാലുകുത്താൻ ഇടമില്ലാതെ നിൽക്കുമ്പോൾ ഈ OP ബഹിഷ്കരണമായി പെട്ടെന്ന് ഡോക്ടർമാർ വരികയാണെങ്കിൽ രാവിലെ മുതൽ തന്നെയാകും ഈ ഒരു ആശുപത്രിയുടെ പ്രവർത്തനത്തെ മുഴുവൻ താളം തെറ്റിക്കുന്ന, രോഗികളെ അവതാളത്തിലാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. എന്നാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണം. മാത്രവുമല്ല ഇന്നു മുതൽ OP ബഹിഷ്കരിക്കുന്നതിനപ്പുറത്തേക്ക് 9-ാം തീയതി മുതൽ ഈ അടിയന്തരമായ ഏറ്റവും അത്യാവശ്യം വേണ്ട ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും സേവനങ്ങളും നിർത്തിവെക്കുമെന്ന് അവർ പറയുന്നു. അതായത് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ഏറ്റവും അടിയന്തരമായ ശസ്ത്രക്രിയകൾ മാത്രം നടത്തും, മറ്റ് ശസ്ത്രക്രിയകളിൽ നിന്നും മാറി നിൽക്കുമെന്ന് വരെ 9-ാം തീയതി മുതൽ ഒരു ഘട്ടം കൂടി കടുപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. 11-ാം തീയതി മുതൽ സർവകലാശാല പരീക്ഷ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള സർവകലാശാല ജോലികളിൽ നിന്നുമൊക്കെ മാറി നിൽക്കും, അതും ബഹിഷ്കരിക്കും. അങ്ങനെ ഓരോ ഘട്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്താണ് സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. കാര്യമായ സമരത്തിലേക്ക്, സമരം കടുപ്പിക്കാനൊക്കെ ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടോ? ശമ്പള പരിഷ്കരണത്തിനേക്കാൾ അപ്പുറത്ത്, ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. അതിനപ്പുറം നമ്മുടെ മെഡിക്കൽ കോളേജുകളെ ഒരു അവസ്ഥ അറിയാം, പല ഉപകരണങ്ങളുമില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഖജനാവ് ശൂന്യമാണ്. ഈ ഒരു അവസരത്തിൽ ശമ്പള പരിഷ്കരണവും മറ്റ് ആവശ്യങ്ങളുമായി, അവരുടേതായ ആവശ്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാർ വേണ്ട രീതിയിൽ എടുക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ ഡോക്ടർമാർക്ക്? അവർ പറയുന്നതിൻ്റെ ഒരു ഭാഗമെങ്കിലും ലഭിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു, തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഒരു വേളയായതുകൊണ്ട്. അൻഫിൽട്ട്, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേള ആയതുകൊണ്ട് തീർച്ചയായും ഇവരുമായുള്ള ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു താല്പര്യം കൂടുതൽ സ്വാഭാവികമായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു വേളയാണ്, വിജ്ഞാപനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി പ്രചാരണ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഡോക്ടർമാരുമായുള്ള ചർച്ചയ്ക്ക് അടിയന്തരമായ ഒരു തീരുമാനത്തിലെത്താൻ തന്നെയാകും സർക്കാർ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഈ 9-ാം തീയതി മുതലും 11-ാം തീയതി മുതലും സമരം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അതിനു മുന്നേ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഉണ്ടാകും. പക്ഷേ ഈ ചർച്ചകൾ എന്ന് പറയുന്നത് ഇപ്പോഴും ഡോക്ടർമാർ മുഖംതിരി നിൽക്കുകയാണ്. ഡോക്ടർമാർ പറയുന്നത് ഈ ചർച്ചകൾ ഞങ്ങൾ കുറെ കാലമായി കാണുകയാണ്, പക്ഷെ ചർച്ച നടത്തി പരിഹരിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് നടപ്പാക്കാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് ഡോക്ടർമാരുടെ സംഘടന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി സമരവുമായി രംഗത്ത് വരുമ്പോൾ എന്തായാലും ചർച്ച നടത്തുന്നതിനപ്പുറത്തേക്ക് ആ ചർച്ച എങ്ങനെ പ്രാവർത്തികമാക്കുന്നു അതിൽ കൃത്യമായ ഉറപ്പ്, രേഖാമൂലം ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരമുഖത്ത് നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് KGM-CT ഉറപ്പ് നൽകിയിരിക്കുകയാണ്.
എന്തായാലും അടുത്ത കൂടുതൽ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്നു മുതൽ തന്നെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ഒരു പ്രവർത്തനമൊക്കെ അവതാളത്തിലാവുകയാണെങ്കിൽ ഉറപ്പായും മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു വേള കൂടിയാണ്. ഒരുപക്ഷെ ഈ വിഷയം അടിയന്തര പ്രമേയമായി ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ വരും ദിവസങ്ങളിലൊക്കെ സഭയിൽ വരാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ട്. ഈ സാധ്യതകൾ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എത്രയും വേഗം ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷെ അപ്പോഴും ഡോക്ടർമാർ കൃത്യമായ രേഖാമൂലം ഉറപ്പ് വേണം. ഈ ഉന്നയിക്കുന്ന നിരന്തരം ആവശ്യങ്ങളുണ്ട്, വലിയൊരു ആവശ്യങ്ങളുടെ പട്ടിക തന്നെ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെങ്കിലും പ്രത്യേകിച്ച് ശമ്പള പരിഷ്കരണം, കുടിശ്ശിക നടപ്പാക്കുക, അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിക്കുക, ഈ ആവശ്യങ്ങളെങ്കിലും ഒരു പരിഹാരം വേണമെന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. നിയമസഭയിൽ ഒട്ടേറെ വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട് പ്രതിപക്ഷത്തിന്. അതിൽ ഈ വിഷയം കൂടി വരാൻ സാധ്യതയില്ലേ ഈ ഡോക്ടർമാർ സമരം കടുപ്പിക്കുകയാണെങ്കിൽ? ഇന്ന് പല വിഷയങ്ങളും നിയമസഭയിലുണ്ട്. പക്ഷേ ഡോക്ടർമാരുടെ വിഷയം ഉറപ്പായും ഇന്ന് ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ വരാനുള്ള സാധ്യത എത്രത്തോളം എന്ന് അറിയില്ല. കാരണം ഈ നന്ദിപ്രമേയ ചർച്ച, അത് ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയിലുടനീളം ഉന്നയിക്കും. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം വരും. പക്ഷെ അതങ്ങനെ അടിയന്തര പ്രമേയം ഒരു ദിവസം കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ അത് ആ ഒറ്റ ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കേണ്ടി വരും. പിന്നീട് സമ്മേളനത്തിൽ ഒന്നും തന്നെ ആ വിഷയം കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയും ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൽ അത് ഈ വിഷയം കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. വരും ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയം ഉന്നയിക്കുക തന്നെ ചെയ്യും പ്രതിപക്ഷം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൻഫിട്ടെ, ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ ശബരിമല വിഷയം തന്നെ ആയിരിക്കില്ലേ പ്രധാനമായി സഭയിൽ ഉന്നയിക്കുക പ്രതിപക്ഷം? ഇന്ന് നിയമസഭയിൽ ഇന്നു മുതൽ 4 ദിവസത്തേക്ക്, അതായത് 5-ാം തീയതി വരെയാണ് ഇന്ന് സഭാ സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യാത്ര ആരംഭിക്കുകയാണ് 6-ാം തീയതി. അതുകൊണ്ട് ആ യാത്രയുടെ ഒരു ഗ്യാപ്പ് 2 ആഴ്ചത്തേക്ക് സഭാ സമ്മേളനം, മാത്രമല്ല LDFന്റെ മേഖലാ ജാഥകളും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിപക്ഷവും ഭരണപക്ഷത്തിനും വിവിധ തെരഞ്ഞെടുപ്പും ബന്ധപ്പെട്ട അതിന് മുന്നോടിയുള്ള വിവിധ ജാഥകളെ നേതാക്കന്മാർ നയിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 2 ആഴ്ചത്തേക്ക് ഇവിടെ സഭാ സമ്മേളനം ഉണ്ടാവുകയില്ല. അതിനുശേഷം മാർച്ച് 27-നാണ് പുനരാരംഭിക്കുന്നത്. എന്തായാലും ഈ 2 ദിവസത്തേക്ക്, ഫെബ്രുവരി 27-നാണ് പുനരാരംഭിക്കുന്നത്. ഇനിയുള്ള ഈ 5-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സഭയിൽ പ്രധാനമായി നടക്കുന്നത് ബജറ്റിന്മേലുള്ള ചർച്ചയാണ്. ഈ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുമ്പോഴാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്, അതോടൊപ്പം തന്നെ ഈ ഫണ്ട് തട്ടിപ്പ്, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അതൊരു തവണ സഭയിൽ വന്നതാണെങ്കിൽ തള്ളി ചർച്ചയ്ക്ക് എടുത്തില്ല എങ്കിൽ പോലും ഈ വിഷയങ്ങൾ ഈ അവസാനം വരെ, അതായത് രാവിലെ മുതൽ ചർച്ച ആരംഭിക്കുന്നു, ഏറെ വൈകിയും ഈ ചർച്ച നടക്കും. ഈ ചർച്ച നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ ചർച്ചയിലുടനീളം തന്നെ ഭരണ പ്രതിപക്ഷത്തു നിന്ന് ആരോപണ പ്രത്യാരോപണങ്ങൾ, വിവിധ വിഷയങ്ങൾ ഉണ്ടാകും. ഇനി ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുന്ന വേളയിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ബജറ്റിനെതിരായുള്ള പ്രതിഷേധം, ഒപ്പം സംസ്ഥാന ബജറ്റിനെതിരായുള്ള, കേരളത്തെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ അവഗണിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർത്തും. അതിൽ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തും. ഒപ്പം തന്നെയും സംസ്ഥാന ബജറ്റിൽ എന്തായിരുന്നു, സംസ്ഥാന ബജറ്റിനെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. കണ്ണിൽ പൊടിയിടാൻ, തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഈ ബജറ്റിലുടനീളം എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബജറ്റുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അതിനെതിരായുള്ള പ്രതിഷേധം ഇന്ന് നടക്കുന്ന ഈ ബജറ്റിന്മേലുള്ള ചർച്ചയിലുടനീളം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. മറിച്ച് ഭരണപക്ഷമാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കേന്ദ്രം ബജറ്റിനെ പൂർണ്ണമായി കേരളത്തെ അവഗണിച്ചു എന്ന് ഉയർത്തിയായിരിക്കും ഭരണപക്ഷം ഈ ചർച്ചയിൽ ഉണ്ടാവുക. അങ്ങനെ ഈ ചർച്ച പുരോഗമിക്കുന്ന വേളയിൽ സംസ്ഥാനത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, പ്രതിക്കൂട്ടിലാകുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മായ അൻഫിൽഡ്, ഇന്നിപ്പോൾ നിയമസഭയിൽ ബഡ്ജറ്റിന്മേൽ ചർച്ച ആരംഭിക്കും. ഒപ്പം ശബരിമല ഉൾപ്പെടെയുള്ള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ ചർച്ചയിലുടനീളം പ്രത്യാരോപണങ്ങളായി മാറാനൊക്കെ സാധ്യത കാണുന്നു. അതോടൊപ്പം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി. ഒട്ടേറെ പരാതികളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണമെന്ന ഹർജി എത്തിക്സ് കമ്മിറ്റി ഇന്ന് പരിഗണിക്കുമോ? അതെ, ഉറപ്പായും ഇന്ന് ഹർജി പരിഗണിക്കുമായ. പക്ഷേ DK മുരളിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും നിലവിൽ നിയമസഭയിലുള്ള ഒരു സാമാജികൻ പരാതി നൽകിയാൽ മാത്രമേ ഈ ഒരു വിഷയം പ്രായോഗികമായി എടുക്കാൻ, സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നാണ് സ്പീക്കറുടെ ഓഫീസ് എന്ന് അറിയിച്ചത്. അതുകൊണ്ടാണ് DK മുരളി MLA, ഭരണപക്ഷത്തു നിന്ന് DK മുരളിയാണ് പരാതി സ്പീക്കർക്ക് നൽകിയത്. അതായത് വിവിധ നിരന്തരമായി ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണ കേസിൽ പ്രതിയായിരിക്കുന്ന നിലവിലെ ഒരു MLA, അദ്ദേഹത്തെ ഈ കോടതിയുടെ അല്ലെങ്കിൽ നിയമപരമായി അദ്ദേഹത്തെ
നടപടികൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാഗത്ത്. പക്ഷെ അദ്ദേഹത്തിനെ പുറത്താക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല. പാർട്ടി പറയുന്നത് ഇത് ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റ് ആണ്, അത് സ്വന്തമായാണ്, അക്കാര്യത്തിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കട്ടെ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷെ നിയമസഭയിൽ ഇത് ഈ രീതിയിൽ ജയിലിൽ റിമാൻഡിലായിരുന്നു, ഏറെക്കാലം റിമാൻഡിലായിരുന്നു. മാത്രമല്ല ഒരൊറ്റ പരാതിയാണ്, നിരന്തരം പരാതി വരുന്നു. ഇത് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പോലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും നിയമസഭയിൽ പ്രാതിനിധ്യം കൊടുക്കണമോ എന്നൊരു ചോദ്യമാണ് ഭരണപക്ഷത്തു നിന്ന് MLA മാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ ഒരു പുറത്ത് ഇദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കുക. ആ പുറത്താക്കാനുള്ള ഒരു അധികാരം സ്പീക്കർക്കുണ്ടോ എന്നതാണ് ഇന്നത്തെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി പരിശോധിക്കുക. കേരള നിയമസഭയെ സംബന്ധിച്ച് ഇതുപോലുള്ള ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ആദ്യമായാണ് ഈ ഒരു വിഷയം പരിഗണിക്കുന്നത്. പല മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ നിയമസഭകളൊക്കെ സമാന സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ നിയമസഭയിൽ അത് ആദ്യമായതുകൊണ്ട് ഈ ഒരു പരാതി കിട്ടിയാൽ ഉടനെ തന്നെ ഇത് ഇന്ന് എത്തിക്സ് കമ്മിറ്റി ചേർന്ന് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയല്ല. കുറച്ച് സങ്കീർണമായ ഒരു വിഷയം കൂടി ആയതുകൊണ്ട് കൂടുതൽ നിയമവിഷയങ്ങളൊക്കെ പരിശോധിക്കുകയും പഠിക്കേണ്ടതൊക്കെ ഉണ്ട്. ഇന്നെന്തായാലും പരാതിക്കാരനായ DK മുരളിയെയും ഒപ്പം ആരോപണ വിധേയനായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടുപേരും വിളിപ്പിച്ച് ഒരുപക്ഷെ ചർച്ച നടത്താൻ, അങ്ങനെയെങ്കിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സഭയിൽ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നൊക്കെ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരാതി എത്തിക്സ് കമ്മിറ്റി ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും, പാർലമെന്ററി കാര്യ മന്ത്രിയായിരിക്കുന്ന MP രാജേഷിനെയൊക്കെ വിളിച്ച് അങ്ങനെ സ്പീക്കർ ചേർന്ന് ഒരു എത്തിക്സ് കമ്മിറ്റി ഇന്നത്തെ രീതിയിൽ ഒരു തീരുമാനം ഇന്നെന്തായാലും ഉണ്ടാവുകയില്ല. ഈ സഭാ സമ്മേളനം തീരുന്നത് വരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അങ്ങനെ നിലനിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഇത് നിയമസഭയെ സംബന്ധിച്ച് കീഴ്വഴക്കമൊന്നുമില്ല, ഇത് ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായും സാങ്കേതികപരമായും ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ സങ്കീർണമാണ്. മായ അൺഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിയമസഭയിൽ ബഡ്ജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് ആരംഭിക്കും. ഒപ്പം ശബരിമല ഉൾപ്പെടെയുള്ള സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. ഇനി പാർലമെന്റിലേക്ക് പോവാം. കേന്ദ്ര ബഡ്ജറ്റിൽ സാധാരണക്കാരെ അവഗണിച്ചുവെന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും. കോർപ്പറേറ്റുകളെയും വൻകിടക്കാരെയും മാത്രം ലക്ഷ്യം വെച്ച ബഡ്ജറ്റാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ബഡ്ജറ്റ് ഉയർത്തി പ്രതിഷേധിക്കാനാണ് നീക്കം. കേരളം ഉൾപ്പെടെ ബഡ്ജറ്റിൽ അവഗണന നേരിട്ട സംസ്ഥാനങ്ങളിലെ MP മാരും പ്രതിഷേധിക്കും. കൂടാതെ ഇന്ന് പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയും ആരംഭിക്കും. ഇന്നും നാളെയും മറ്റന്നാളുമായാണ് ചർച്ച. 4-ാം തീയതി പ്രധാനമന്ത്രി മറുപടി പറയും. 5-ാം തീയതിയാണ് ബഡ്ജറ്റിന്മേൽ ചർച്ച നടക്കുക. 11-ന് ധനമന്ത്രി മറുപടി പറയും. മോദി സർക്കാരിന്റെ 3-ാം ബഡ്ജറ്റിൽ കേരളത്തിന് നിരാശ എന്ന് പൂർണ്ണമായും പറയാൻ സാധിക്കില്ലെന്ന് തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ബഡ്ജറ്റിലെ പല പദ്ധതികളും സംസ്ഥാനത്തിന് അവകാശപ്പെടാനാകുന്നതാണെന്നും ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റല്ല, അതിന്റെ നിരാശ ഉണ്ടാകാമെന്നും TCCI പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ പറഞ്ഞു. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളത്തെ അവഗണിച്ചുവെന്ന ആരോപണം ഉയരുകയാണ്. എന്നാൽ കേരളത്തെ പൂർണ്ണമായും കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണിച്ചുവെന്ന് പറയാൻ സാധിക്കില്ല എന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളും കേരളത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നും TCCI പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ പറഞ്ഞു. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയന്റഡ് ബഡ്ജറ്റാണ്. എന്നാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തും പ്രൊഡക്ഷനും ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഈ ബഡ്ജറ്റിലാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പല പദ്ധതികൾ പറയുമ്പം സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല. ഇപ്പോൾ 5 റീജിയണൽ മെഡിക്കൽ ഹബ് എന്ന് പറയുന്നത് ഇതെവിടെയാണെന്ന് പറയുന്നില്ല. പിന്നെ ഒന്നിനും ഒരു സ്ഥലത്ത് ഒരു ഫണ്ട് അലൊക്കേഷൻ പറയുന്നില്ല. ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേറ്റും അവരുടെ കഴിവനുസരിച്ച് ഇത് പോയി ലോബി ചെയ്ത് വാങ്ങിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റീജിയണൽ മെഡിക്കൽ ഹബ്ബ് നമുക്ക് ട്രൈ ചെയ്യാം. അത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, കേരളമാണ് ആയുർവേദൻ്റെ ഹബ്ബ്. അപ്പോൾ നമുക്ക് അത് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. കേരളത്തിൽ പുതിയ ട്രെയിൻ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായതുകൊണ്ടായിരിക്കാം അതിവേഗ ട്രെയിൻ പ്രഖ്യാപിക്കാതെയിരുന്നത്. സംസ്ഥാന സർക്കാരും റെയിൽവേയും 3-ാം റെയിൽവേ പാത ഇടാനുള്ള പരിശ്രമം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ റെയിൽ കോറിഡോർ ടോട്ടലി ഫുള്ളാണ്, സാച്ചുറേറ്റഡ് ആണ്. കാരണം ഇപ്പോഴേ ട്രെയിൻ ഫുൾ ചോക്കോ ബ്ലോക്ക് ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ ട്രെയിൻ ഇടാനായിട്ട് ഉള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതിൻ്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ പോയത്. അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാരും റെയിൽവേയും കൂടെ ചേർന്ന് 3-ാം പാത ഇപ്പോൾ ഡബ്ലിംഗ് ഉള്ള സ്ഥലത്ത് 3-ാം റെയിൽവേ പാത ഇട്ടാൽ മാത്രമേ നമുക്ക് പുതിയ ട്രെയിൻസ് ഭാവിയിൽ വരുള്ളൂ. ആ 3-ാം റെയിൽവേ പാത വരുമ്പം ഹൈ സ്പീഡായിട്ട് റെയിൽ നമ്മളിപ്പോൾ റാപ്പിഡ് റെയിൽ സിസ്റ്റം അതൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല, ഇതിനുള്ള ഭൂമി ലഭ്യത വേണം.
ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കാത്തോളം കാലം നമുക്ക് ഒരു മൂന്നാം പാത വരാനായിട്ട് വരുത്തുമില്ല. മൂന്നാം പാത വന്നില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ പുതിയ ട്രെയിനും വരില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എന്നിവർ തിരുവനന്തപുരത്തുണ്ട്. ഇന്നും നാളെയുമായി ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന. 10 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ 10 സീറ്റുകൾ അത് കേരള കോൺഗ്രസിന് നൽകാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? ചർച്ചകൾ ആരംഭിക്കുകയാണല്ലോ ഇന്നു മുതൽ. മായ, കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം കോട്ടയത്ത് നടന്നപ്പോഴും ആ യോഗത്തിലും ഉണ്ടായ തീരുമാനം 10 സീറ്റിൽ തന്നെ, കഴിഞ്ഞ തവണയ്ക്കത്തെ പോലെ തന്നെ 10 സീറ്റിൽ തന്നെ ഇത്തവണയും മത്സരിക്കണമെന്നുള്ളതായിരുന്നു കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിലെ തീരുമാനം. ഈ ഒരു ആവശ്യം UDF-ൽ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണ് നേതൃയോഗം പൊതുവിൽ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി PJ ജോസഫിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബജറ്റിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ ആരംഭിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, അതേപോലെ കേരള കോൺഗ്രസിന്റെ നേതാക്കളായ ചെയർമാൻ PJ ജോസഫ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് തുടങ്ങിയവരെല്ലാം തിരുവനന്തപുരത്തുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സീറ്റ് വിഭജന ചർച്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഈ ദിവസങ്ങളിൽ നടക്കുമെന്നാണ് കരുതുന്നത്. ഇന്നും ഒരുപക്ഷെ ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന. ഈ ബജറ്റിന്റെ ചർച്ചയുടെ ഇടവേളകളിൽ ഈ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെയും നൽകിയിട്ടില്ല. അതായത് 6 സീറ്റായി മാത്രം നൽകിക്കൊണ്ട് 4 സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. അതിനെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് തള്ളിയിരുന്നു. അത്തരം ഒരു ആവശ്യവും കോൺഗ്രസിൽ നിന്നും ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും സീറ്റുകൾ വെച്ച് മറന്ന തരത്തിലുള്ള ഒരു ചർച്ചകളും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു അന്ന് മോൻസ് ജോസഫിന്റെ പ്രതികരണം. എന്നാൽ ഇന്നലെ KPCC പ്രസിഡന്റും അതേപോലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞ കാര്യങ്ങൾ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ എന്നായിരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യത്തിനായി ഇരുവരും നൽകിയ മറുപടി ചർച്ചകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി. അപ്പോൾ അത് നൽകുന്ന ഒരു സൂചന 10 സീറ്റ് കേരള കോൺഗ്രസ് നൽകുമെന്ന് ഇനിയും കോൺഗ്രസ് ഉറപ്പ് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് ഈ വിഷയത്തെ എങ്ങനെ എടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനം. കഴിഞ്ഞ ദിവസവും ചെയർമാനും എക്സിക്യൂട്ടീവ് ചെയർമാൻ എല്ലാം പറഞ്ഞ കാര്യം 10 സീറ്റിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയായിരുന്നു. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയൊരു സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, UDF-ന് അത്തരമൊരു പ്രതീക്ഷയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 10 സീറ്റുകളിൽ ഏതെങ്കിലും സീറ്റ് വിട്ടുവീഴ്ച ചെയ്ത് നൽകി കഴിഞ്ഞാൽ ഭാവിയിൽ ആ സീറ്റുകൾ വീണ്ടും കേരള കോൺഗ്രസിലേക്ക് വന്നേക്കില്ല എന്നുള്ള ഒരു ആശങ്ക തന്നെ അവർക്കുണ്ട്. കേരള കോൺഗ്രസ് LDF-ൽ വലിയൊരു മേൽക്കൈ നേടിയിട്ടുണ്ട്. അവർ ഇത്തവണ 13 സീറ്റ് എന്നുള്ള ഒരു ആവശ്യത്തിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അത് LDF-ൽ അനുവദിച്ച് കിട്ടുകയും ചെയ്യും. അത്തരം ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം 6 അല്ലെങ്കിൽ 8 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടും ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നവും തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ അവർക്ക് വലിയ മേൽക്കൈ നേടാനായിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പം തന്നെ നിന്ന് അവർക്കും വലിയൊരു നേട്ടം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല. കോട്ടയം ജില്ലയിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കാനായ സാഹചര്യത്തിൽ മധ്യകേരളത്തിൽ ഒരു നിർണായക ശക്തിയായി തന്നെ തങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ സാഹചര്യത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയിൽ വേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ഉള്ളത്. ഏതായാലും ഇന്നും നാളെയും ഒക്കെയായി ഈ വിഷയത്തിൽ ചർച്ചകൾ നടക്കും. UDF-ൽ തന്നെ മുസ്ലിം ലീഗും കൂടുതൽ സീറ്റുകൾക്കായുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ കേരള കോൺഗ്രസ് ഇനി എന്ത് നിലപാട് സ്വീകരിക്കും ചർച്ചകളിൽ എന്നുള്ളത് വളരെ നിർണായകം തന്നെയാണ്. മായ, ശരി, പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. കോഴിക്കോട് വാഹനം ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിക്കായി ഇന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. കേസിലെ പ്രതിയായ കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശി ചേലപ്പുറത്ത് ഇർഫാന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. മാവൂർ പോലീസ് ആണ് ഇർഫാനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഇർഫാനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോകുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്താണ് മാവൂർ പോലീസ് പറയുന്നത്?
മായ, ഇതുമായി ബന്ധപ്പെട്ട് തൻസീഫ് എന്ന് പറയുന്ന വ്യക്തിയും നമ്മൾ ഈ പറഞ്ഞ ഇർഫാൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരമൊരു കലഹത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇർഫാൻ ആദ്യം തന്നെ തൻസീഫിന്റെ വീട്ടിലെത്തി തൻസീഫിനെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇർഫാൻ തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഈ തൻസീഫിനെ ആശുപത്രിയിലാക്കി മടങ്ങി വരുന്ന വഴിയാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ തൻസീഫിന്റെ 2 സഹോദരന്മാർ തസ്നീം, തൻസിൽ എന്നിവരാണ്. ഇവർ ബൈക്കിൽ വരുന്ന സമയത്ത് ഈ കാറ് കാണുകയും കാറ് തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ കാറ് നിർത്താതെ ഇർഫാൻ ഇവരെ 2 പേരെയും ഇടിച്ചിടുകയായിരുന്നു. ഈ 2 പേരും വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റുകൊണ്ട് ചികിത്സയിലാകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മാവൂർ പോലീസ് ഇർഫാനായി ഇത്തരത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൊടിയത്തൂർ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആയിഷ ചേലപ്പുറത്തിന്റെ മകനാണ് ഇർഫാൻ എന്ന് പറയുന്നത്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. നിലവിൽ ഇർഫാനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രതി ഒളിവിലായതിനാൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മായ, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കും. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠരര് രാജീവർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരുടെ ജാമ്യ ഹർജികളാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുക. കുറ്റപത്രം നൽകുന്നതിൽ SIT വരുത്തുന്ന കാലതാമസം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിലേക്ക് വഴിയൊരുക്കുന്നുവെന്ന ഹൈക്കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാമ്യ ഹർജികൾ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഇന്നും ഇപ്പോൾ വിജിലൻസ് കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാണ് കണ്ഠരരുടെയും അതുപോലെ സുധീഷിന്റെയും ഒക്കെ ജാമ്യ ഹർജി എങ്ങനെയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക എന്ന ആകാംക്ഷയുണ്ട് ആളുകൾക്ക്. ഒപ്പം സ്വാഭാവിക ജാമ്യം അതിലേക്ക് എത്തിക്കുന്നത് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതുകൊണ്ടാണല്ലോ. ഇക്കാര്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ച കാര്യമാണ്. ഇത് വിജിലൻസ് കോടതിക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജാമ്യത്തിനുള്ളൊരു സാധ്യത കുറവല്ലേ സുധീഷ് ഇന്ന്? മായ, ഈ കേസുകൾ സംബന്ധിച്ചിടത്തോളം 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രതിക്കും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അതൊരു സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോകുന്നു അതൊരു നടപടിക്രമം മാത്രമാണ്. ആ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രതികളൊക്കെ തന്നെയും ഈ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടി ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പക്കേസിൽ നേരത്തെ ജാമ്യ ഹർജി നൽകിയിരുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ കട്ടിളപ്പാള കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. അല്ലെങ്കിൽ കട്ടിളപ്പാള കേസിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഇന്ന് ഈ കട്ടിളപ്പാള കേസിലെ റിമാൻഡ് കാലാവധിയൊക്കെ അവസാനിച്ച സാഹചര്യത്തിൽ കൂടി, അതായത് 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള ജാമ്യ ഹർജിയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉടൻ തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. അതായത് കേസിലെ മുഖ്യ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർ ഈ സാഹചര്യത്തിൽ കൂടി, അതായത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് SIT വരുത്തുന്ന കാലതാമസം 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ മുരാരി ബാബുവും ശ്രീകുമാറും ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തി ഹൈക്കോടതി ഇത് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു. കാരണം കേസിലെ പ്രതികൾ അറസ്റ്റിലായതിനു ശേഷം എന്തുകൊണ്ട് ഇവർക്ക് കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നില്ല, SIT ഇതിൽ വീഴ്ച വരുത്തുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. ഒപ്പം സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി, സുധീഷ് കുമാറിന്റെ കട്ടിളപ്പാള കേസിലെയും ദ്വാരപാലക ശില്പ കേസിലെയും 2 കേസുകളിലെയും ഒരുമിച്ചുള്ള ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതും ഈ 90 ദിവസം പൂർത്തിയായിട്ട് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനും ഈ കേസിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സുധീഷ് കുമാറും ഈ കേസിൽ നിന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. സുധീഷ്, അങ്ങനെ ആവുമ്പോൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ഇന്ന് ജാമ്യം ലഭിക്കും. അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ, അല്ലേ? സ്വാഭാവിക ജാമ്യം.
അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാഭാവിക ജാമ്യത്തെ എതിർത്തുകൊണ്ട് SITയും മറ്റു അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവർ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുമോ അല്ലെങ്കിൽ ഏതെങ്കിലും വാദങ്ങൾ മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് കോടതി അല്ലെങ്കിൽ നിയമവിദഗ്ധരും ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവിക ജാമ്യ ഹർജി ലഭിക്കുന്നത് തടഞ്ഞുകൊണ്ട് SIT എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുമോ എന്നുള്ള കാര്യമാണ് ഇന്ന് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. പക്ഷേ സുധീഷ് കുമാറിന്റെ കാര്യത്തിൽ ആ ഒരു സാഹചര്യം ഇല്ല. സുധീഷ് കുമാറിന് ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അതിനെ SIT എതിർക്കാനുള്ള ഒരു സാഹചര്യമൊന്നും നിലവിൽ കാണുന്നില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം അങ്ങനെയല്ല. അതും കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതുവരെ നടന്ന അറസ്റ്റുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ പോലും ഈ കേസിൽ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് ഏറെ തിരിച്ചടിയാകും എന്ന ഒരു വിലയിരുത്തൽ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാഭാവിക ജാമ്യത്തെ എതിർക്കുന്ന തരത്തിൽ SIT ഏതെങ്കിലും ഒരു നീക്കം നടത്തും എന്നൊരു കാര്യത്തിൽ ആണ് ഇപ്പോൾ ആകാംക്ഷയുള്ളത്. ആ ഒരു നീക്കത്തിലേക്കായിരിക്കും കാര്യം പോകുന്നത്. ഒപ്പം തന്നെയാണ് തന്ത്രി നൽകിയ ജാമ്യാപേക്ഷ. അത് ഈ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ജാമ്യാപേക്ഷയാണ് തന്ത്രിയും നൽകിയിരിക്കുന്നത്. അതിൽ ഇന്ന് വാദം കേൾക്കുകയും ചെയ്യും. തന്ത്രി സ്വാഭാവികമായും കഴിഞ്ഞ ഈ വാദങ്ങളൊക്കെ ജാമ്യഹർജിയിൽ വാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സ്വർണ്ണ കവർച്ചയിൽ തനിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല എന്ന് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് താൻ ഇടപെട്ടിട്ടുള്ളതെന്നും തന്ത്രി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് ഏറെ അടുപ്പമുണ്ട് എന്ന തരത്തിലുള്ള ഒരു കേസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ആയിരുന്നു SIT മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് എന്ന് SIT കോടതിയെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്ത്രിയുടെ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും ഇവരുടെ ജാമ്യ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് SITക്കും അതൊരു തലവേദനയാകുന്നത്. സുധീഷ് അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉള്ള ദ്വാരപാലക കേസിൽ പാളി കേസിൽ അത് നേരത്തെ ജാമ്യം അനുവദിച്ചതാണ് വിജിലൻസ്. ഇനിയിപ്പോൾ കട്ടിളപ്പാളി കേസ് അതാണ് ഇപ്പോൾ ഇന്ന് എടുക്കുന്നത്. 90 ദിവസം പിന്നിട്ടിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. സ്വാഭാവിക ജാമ്യം ഒരു പക്ഷേ ലഭിച്ചേക്കാം. ഇത് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടുകൂടിയാണല്ലോ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ മറ്റു കേസുകൾ കൂടി എടുക്കാൻ നീക്കം നടന്നത്. കേസ് എടുത്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചെക്ക് കേസ് അടക്കം അത് വിജിലൻസിന് മുന്നിലാണോ വരിക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ 1-2 കേസുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ എടുത്ത കേസുകളുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ഈ സ്വാഭാവിക ജാമ്യത്തിൽ നിൽക്കുമോ? ഈ കേസും അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതി അല്ലെങ്കിൽ വിജിലൻസ് SIT പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്ന കേസുകൾ അത് വിജിലൻസ് കോടതിയിൽ നിൽക്കണമെങ്കിൽ ഈ 2 കേസുകൾ മാത്രമാണ്. അതായത് ദ്വാരപാലക ശില്പ കേസുകളും ശില്പപാളികളിലെയും കട്ടിളപ്പാളിയിലെയും കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെതിരെ മറ്റ് നിരവധി കേസുകളുണ്ട്. അതായത് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം പോലീസ് നടത്തുന്നുണ്ട് എന്ന് വേണം ഈ കേസുകൾ അല്ലെങ്കിൽ ചെക്ക് കേസുകളും മറ്റുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ കാണാൻ. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള 2 കേസുകളിലും സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 90 ദിവസം കഴിഞ്ഞ് ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകരും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇപ്പോൾ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുധീഷ് കുമാറും പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തിറങ്ങുന്നവരുടെ എണ്ണം 4 ആകും. മുരാരി ബാബുവും ഒപ്പം ശ്രീകുമാറുമാണ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങിയത്. ഏതായാലും ഹൈക്കോടതിയുടെയൊക്കെ വിമർശനം രൂക്ഷമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടി എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല SITക്ക് അതിനകത്ത് എന്താണ് ഇത്ര കാലതാമസം വരുത്തേണ്ട ഒരു സാഹചര്യം എന്നുകൂടി വിലയിരുത്തലുകൾ ഉയരുമ്പോഴാണ് ഇവരുടെ ജാമ്യ ഹർജികൾ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. ശരി, സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, തന്ത്രി കണ്ഠരര് രാജീവർ അടക്കമുള്ളവരുടെ ജാമ്യ ഹർജികളാണ് കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നു മുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്ന് ED. ആദ്യഘട്ടത്തിൽ 5 പേർക്കാണ് സമൻസ് അയച്ചത്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർക്കാണ് സമൻസ്.
ജാമ്യവ്യവസ്ഥ അനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഇന്ന് ഹാജരായേക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED കാര്യമായി വ്യവസ്ഥകളിലേക്കൊക്കെ കടക്കുകയാണല്ലോ ഇന്നു മുതൽ. എന്താണ് വിവരങ്ങൾ? മായ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള EDയുടെ അന്വേഷണത്തിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ED. ഇന്ന് മുതൽ തന്നെ ഈ കേസിലെ നിലവിൽ പ്രതികളായിട്ടുള്ളതും ഒപ്പം തന്നെ EDയുടെ സംശയനിഴലിലുള്ള ആളുകളോടുമായി ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ 5 പേർക്കായിരുന്നു സമൻസ് അയച്ചിരുന്നത്. ഇതിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു, ഒപ്പം S. ശ്രീകുമാർ അടക്കമുള്ള ആളുകളുണ്ട്. മുരാരി ബാബുവിനോട് ഇന്ന് ഹാജരാകാനായിട്ടായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ മുരാരി ബാബു ഇന്ന് ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മുരാരി ബാബുവിന് SITയുടെ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഈ ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് ഇന്ന് SITക്ക് മുന്നിൽ മുരാരി ബാബു ഹാജരാകേണ്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് EDയുടെ അന്വേഷണത്തിന് ഇന്ന് ഹാജരാകില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി സമൻസ് അയച്ചിട്ടുണ്ട്. S. ശ്രീകുമാറിനുണ്ട്. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾക്ക് തന്നെയാണ് ഏതായാലും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് കൂടി ഈ ചോദ്യം ചെയ്യലുകൾ നീളും എന്ന് തന്നെയാണ് ED വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും SIT നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളതും ഒപ്പം തന്നെ SITയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലൊക്കെ വന്നുപോയ ചില ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് നീക്കം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ED ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. 3 സംസ്ഥാനങ്ങളിലായിട്ട് 21 സ്ഥലങ്ങളിൽ ED പരിശോധന നടത്തുകയും ചില പ്രധാനപ്പെട്ട രേഖകളൊക്കെ എല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചത് ഒപ്പം തന്നെ SIT EDക്ക് കൈമാറിയിട്ടുള്ള രേഖകൾ ഇതൊക്കെയെല്ലാം പരിശോധിച്ചതിൽ നിന്ന് വലിയൊരു ചോദ്യാവലി തന്നെ ED തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചോദ്യാവലി മുൻനിർത്തി തന്നെയായിരിക്കും ഏതായാലും ചോദ്യം ചെയ്യൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. EDയുടെ പരിശോധന, അത് ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ വലിയ രേഖകൾ, നേരത്തെ SITക്ക് കണ്ടെത്താൻ കഴിയാത്തതടക്കമുള്ള പല രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയൊരു ചോദ്യാവലി തന്നെയാണ് ഏതായാലും ED തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 5 പേരെയാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേർക്ക് കൂടി സമൻസ് നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ, ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നു മുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുകയാണ് ED. അതിവേഗ റെയിലിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന ആരോപണത്തിനിടെ പൊന്നാനിയിൽ ശ്രീധരന്റെ ഓഫീസിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കും. പദ്ധതി വിശദീകരിക്കാനായി ആദ്യ യോഗം 15-ന് മലപ്പുറത്ത് നടക്കും. 9 മാസങ്ങൾക്കുള്ളിൽ DPR തയ്യാറാക്കി നൽകും. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, അതിവേഗ റെയിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് മലയാളികൾ, പക്ഷേ അത് ഉണ്ടായില്ല ബഡ്ജറ്റിൽ. പക്ഷേ മെട്രോമാൻ അതുമായി മുന്നോട്ട് പോകുന്ന ലക്ഷണങ്ങളാണ്. നേരത്തെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ 4 ദിവസം മുന്നേ പറഞ്ഞിരുന്ന പോലെ തന്നെ പൊന്നാനിയിൽ ഇന്നിപ്പോൾ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. എങ്ങനെയാണ് ഓഫീസിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് മെട്രോമാൻ വിശദീകരിച്ചത്? അതിവേഗ പാത, ഈ ശ്രീധരൻ തയ്യാറാക്കിയ അതിവേഗ പാതയുടെ ഓഫീസ്, അതിനുവേണ്ടിയുള്ള ഓഫീസ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കും. നേരത്തെ തന്നെ ശ്രീധരൻ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇത്തവണ ബജറ്റിൽ ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടാവില്ല എന്ന ബജറ്റിന് മുൻപ് തന്നെ ശ്രീധരൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതൊന്നും പദ്ധതിയെ ബാധിക്കില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ഇതിന് ആവശ്യമില്ല, DPR തയ്യാറാക്കുന്നതിന് ആവശ്യമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രിയോട് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് സംസ്ഥാനത്ത് നിന്ന് കത്ത് എഴുതണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ 10 മാസമായിട്ടും അത് ഉണ്ടായില്ല. തുടർന്നാണ് താൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നതും ഈ പദ്ധതി സമർപ്പിക്കുന്നതും. അതിന് തുടങ്ങിപ്പോകാൻ, മുന്നോട്ട് പോകാൻ കേന്ദ്രം നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താൻ DPR തയ്യാറാക്കുന്നതിനുള്ള ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 9 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കി നൽകും എന്നാണ് താൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പരമാവധി 5 മാസത്തിനുള്ളിൽ തന്നെ അത് തയ്യാറാക്കി നൽകാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇതിൽ ഏറ്റവും പ്രതിസന്ധിയായി ഉണ്ടാകുന്ന ഒരു ഘട്ടം സർവേ നടപടികളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ജനങ്ങളുടെ സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ മാസം 15-ന് മലപ്പുറത്ത് കരിപ്പൂരിനോടടുത്തുള്ള സ്ഥലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്ത് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരും മറ്റ് അധികൃതരുടെ ഒരു യോഗം 15-ന് ചേരും. ഇവിടെ ജനങ്ങളുടെ സംശയം ദൂരീകരിച്ചു കഴിഞ്ഞാൽ സ്ഥലമേറ്റെടുപ്പോ മറ്റോ ഒരു വിഷയമാകില്ല എന്നാണ് ശ്രീധരൻ പറയുന്നത്. ജനങ്ങളെ ആദ്യം ഇത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വലിയ സമരങ്ങളിലേക്കോ മറ്റുള്ള കാര്യങ്ങളിലേക്കോ പോകേണ്ടതില്ല.
ജനങ്ങളെ കാര്യമായി ബാധിക്കാത്ത ഒരു പ്രൊജക്റ്റാണിത്. കൂടുതൽ ഭാഗം ആകാശപാതയായി പോകുന്നു. മാത്രമല്ല വെറും 25 മീറ്റർ വീതിയിൽ മാത്രമാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. ഇവിടെ തന്നെ ആകാശപാതയുടെ തൂണുകൾ കഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ നിർമ്മാണത്തിന് ശേഷം സ്ഥലം തന്ന ആളുകൾക്ക് തന്നെ ലീസിന് നൽകാൻ, വളരെ ചെറിയ നിരക്കിൽ ലീസിന് നൽകാൻ സാധിക്കും. അവർക്ക് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒഴികെയുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്നതിന് തടസ്സമില്ല. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഇതിനുള്ള പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്കാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ യോഗം വിളിക്കുന്നത്. 15 ആദ്യ യോഗം നടക്കുമെന്ന് ഈ ശ്രീധരൻ വ്യക്തമാക്കി. ഇന്ന് 10 മണിയോടുകൂടി പൊന്നാനി ശ്രീധരന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കും. ഇതിനുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം സജ്ജമായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് 10 മണിക്ക് വ്യക്തമാക്കാമെന്ന് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിവേഗ റെയിലിൽ കേരളത്തെ പരിഗണിച്ചില്ല എന്ന ആരോപണമുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ച റെയിൽവേ പദ്ധതികളെല്ലാം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളാണ്. ഇത് കേരളത്തിന് ഇപ്പോൾ ആവശ്യമുള്ള ഒരു കാര്യമല്ല. കേരളത്തിനകത്ത് ഒരു ബുള്ളറ്റ് ട്രെയിൻ പ്രായോഗികമല്ല. അതിനാൽ തന്നെ ഇപ്പോൾ ഒരു 200 കിലോമീറ്റർ വേഗതയുള്ള ട്രെയിനുകളാണ്, ഇപ്പോൾ താൻ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ട്രെയിനുകളാണ് കേരളത്തിന് അഭികാമ്യം. അതാണ് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുക. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഒരിക്കലും നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്തൊരു പദ്ധതിയാണെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നു. ശരി, അരവിന്ദനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് മലപ്പുറത്ത് നിന്ന്. അതിവേഗ റെയിലിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന ആരോപണത്തിനിടെ പൊന്നാനിയിൽ മെട്രോമാൻ ഇന്ന് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് വൈകിട്ടോടെ LDF ജാഥ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ കുമ്പളയിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ ജാഥയോടുള്ള അണികളുടെയൊക്കെ ഒരു പ്രതികരണം? LDF തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ 3 ജാഥകളാണ്. അതിന്റെ വടക്കൻ മേഖല ജാഥയാണ് MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നയിക്കുന്നത്. ആ ജാഥ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതായത് കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്ന അവഗണന തുറന്നു കാട്ടുക എന്നത് ഈ ജാഥയിലെ പ്രധാന ലക്ഷ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരുങ്ങി വന്ന സാഹചര്യം എന്നത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ കേന്ദ്രം ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അവർ പരിഗണിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തോട് വലിയ അവഗണന പുലർത്തുന്നുവെന്നാണ് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നായ രീതിയിൽ കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്ന കാര്യം തുറന്നു കാട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് തന്നെ MV ഗോവിന്ദനും പറയുകയുണ്ടായി. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ദിവസം തന്നെ ഈ ജാഥ ആരംഭിക്കുമ്പോൾ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പൂർണ്ണ ബോധവാന്മാരായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിൽ അദ്ദേഹം എടുത്തു ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് എയിംസ്, മറ്റൊന്ന് അതിവേഗപാത. ഈ 2 കാര്യങ്ങളും കേരളത്തിന് ലഭിച്ചിട്ടില്ല. ഇതാണ് കേരളം മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ. ഇതിന് അനുമതിയില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല കേന്ദ്രത്തിന് എന്നതാണ് ഈ ബജറ്റ് വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞു. ഇന്നും അത് ഇനി വരും ദിവസങ്ങളിൽ ജാഥ കടന്നു പോകുമ്പോൾ ഇത് LDF അത് രാഷ്ട്രീയപരമായി തന്നെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കും. ഈ ജാഥ മുന്നോട്ട് പോകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 9:30 മണിക്ക് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പിന്നീട് ഇന്ന് ഈ ജാഥയുടെ പ്രയാണം 3 മണ്ഡലങ്ങളിലാണ്. ഉദുമ നിയോജക മണ്ഡലത്തിലെ പെരിയാട്ടെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം, പിന്നീട് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലും ജാഥ പ്രയാണം ചെയ്ത് വൈകിട്ടോടുകൂടി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലേക്ക് ജാഥ പ്രവേശിക്കും. കഴിഞ്ഞ ദിവസം ലീഗിനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉയർത്തുകയുണ്ടായി. മതം പറയുന്നവർ അധികാരത്തിന് പുറത്തെന്നും അവരെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ജനങ്ങൾ മാറ്റി നിർത്തുകയാണെന്നും മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ട് ജാഥ ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മതവികാരം ഇളക്കി പരിഹാരം കാണാൻ കഴിയില്ലെന്നും KM ഷാജിയുടെ മതം എന്ന് പറയുന്ന പ്രസംഗം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറയുകയുണ്ടായി. മറ്റ് പല വികസന കാര്യങ്ങൾ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയ പല വികസന കാര്യങ്ങളും മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDFനെ തെരഞ്ഞെടുപ്പിനെ സജ്ജരാക്കുക, കരുത്തുറ്റതാക്കുക എന്ന നിലയിൽ 3ാം തുടർഭരണം ലക്ഷ്യം വെച്ചുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. മായ അനൂപാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. LDFന്റെ വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ചാവേർ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 145ആയി. വിവിധ ഇടങ്ങളിലായി നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ദിവസം തന്നെ ഇത്രയും വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ സാക്ഷിയാവുന്നത്. സുരക്ഷാ സേനയെയും പൗരന്മാരെയും ലക്ഷ്യം വെച്ച് പലയിടങ്ങളിലായി വെള്ളിയാഴ്ച ആരംഭിച്ച ആക്രമണം ശനിയാഴ്ചയും തുടർന്നിരുന്നു. ക്വറ്റ, ഗ്വാഡർ, മക്രാൻ, ഹബ്, ചമൻ, നസീറാബാദ്, നുഷ്കി എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം നടന്നത്.
ഉന്നത സുരക്ഷയുള്ള ജയിൽ, പോലീസ് സ്റ്റേഷൻ, പാരാമിലിറ്ററി സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. 15 സുരക്ഷാ ഉദ്യോഗസ്ഥരും 92 അക്രമികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യയുടെ പിന്തുണയോടെ നടന്ന ആക്രമണമെന്ന പാക് മന്ത്രി മുഹ്സിൻ നഖ്വിയുടെ ആരോപണം ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാൻ സർക്കാർ 1 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംരംഭകൻ CJ റോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയതായി സൂചന. 9 പേജ് നീളുന്ന കുറിപ്പിൽ കുടുംബത്തോടും ബിസിനസ്സിനോടുമുള്ള ക്ഷമാപണവും ബിസിനസ് അനന്തരാവകാശി ആരെന്ന വിവരവും ഒപ്പം കമ്പനിയെ എങ്ങനെ നയിക്കണമെന്ന് പരാമർശിക്കുന്നുണ്ട്. റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായി സംശയം ജനിപ്പിക്കുന്നതാണ് കുറിപ്പിലെ വിവരങ്ങൾ. റോയ് കൈപ്പടയിൽ കുറിച്ച മരണക്കുറിപ്പിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനുവരി 31-ന് സഹോദരനെ വിളിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമെന്നും സംശയിക്കുന്നു. ആദായനികുതി വകുപ്പിന്റെ നിരന്തര ഇടപെടൽ അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാണ് നിഗമനം. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. 2 വർഷത്തിന് ശേഷം ഗാസയെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റഫ ഇടനാഴി തുറന്നതോടെ നിയന്ത്രണങ്ങളോടെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇസ്രയേൽ. ഗസ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥ പ്രകാരമാണ് ഈ നടപടി. ഇരുവശത്തേക്കും പരിമിതമായി മാത്രമേ പലസ്തീൻകാരുടെ യാത്ര അനുവദിക്കൂ എന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നു. കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ഇസ്രയേലിന്റെ ക്ലിയറൻസ് ലഭിച്ചവരെ മാത്രമാണ് കടത്തിവിടുക. യുദ്ധസമയത്ത് പലായനം ചെയ്ത പലസ്തീൻകാരെ റഫ ഇടനാഴിയിലൂടെ തിരിച്ചെത്താൻ അനുവദിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. 42,000 പേരാണ് പലായനം ചെയ്തത്. ഇസ്രയേൽ, ഈജിപ്ത് ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കും. യൂറോപ്യൻ യൂണിയൻ ബോർഡർ പെട്രോൾ ഏജന്റുമാർ മേൽനോട്ടം വഹിക്കും. അടിയന്തര ചികിത്സ കാത്തിരിക്കുന്ന 50 രോഗികൾക്ക് മുൻഗണന നൽകും. ബന്ദികളാക്കിയവരുടെ അവസാന മൃതദേഹവും കണ്ടെടുത്തതിനെ തുടർന്നാണ് ഇടനാഴി തുറക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകിയത്. സ്വന്തമായി ശൗചാലയ സൗകര്യങ്ങളില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഏലൂർ നഗരസഭയിലെ 26 കുടുംബങ്ങൾ. 130 ആളുകൾ കഴിഞ്ഞ 45 വർഷമായി പൊതു ശൗചാലയത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അടച്ചുറപ്പുള്ള വീട് നിർമ്മിക്കാൻ 2 സെന്റ് സ്ഥലവും വൃത്തിയുള്ള ശൗചാലയവുമാണ് ഇവരുടെ ആവശ്യം. ഏലൂർ നഗരസഭയിലെ മുനിസിപ്പൽ ടൗൺ ഹാൾ വാർഡിൽ 26 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനിയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും മറ്റും കൊച്ചിയിലേക്ക് ജോലിക്കായി കുടിയേറിയവരുടെ അടുത്ത തലമുറയാണ് ഇപ്പോഴത്തെ താമസക്കാർ. 45 വർഷമായി ഇവർ ഇവിടെയുണ്ട്. നഗരസഭയുടെ ഭൂമിയിലാണ് 26 വീടുകളുള്ളത്. ഒന്നിനു പോലും ശൗചാലയമില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കായി 100 മീറ്റർ മാറി ഒരു പൊതു ശൗചാലയത്തിൽ പോകണം. പ്രായമായവരും സ്ത്രീകളും കുട്ടികളുമാണ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ബാത്റൂം പോകണം, ഇവിടെ വരെ നടക്കാൻ പറ്റില്ല, വടികുറ്റി നടക്കണം. പൊതു ശൗചാലയത്തിന്റെ അവസ്ഥയും ശോചനീയമാണ്. മുത്തുലക്ഷ്മി അമ്മയാണ് ഇതിന്റെ നടത്തിപ്പുകാരി. കോളനി നിവാസികളാണ് ഇവർക്ക് തുച്ഛമായ ശമ്പളം നൽകുന്നത്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ശൗചാലയം കൃത്യമായി സൂക്ഷിക്കാൻ ആരും ഇടപെടുന്നില്ല. എനിക്ക് ശമ്പളമൊന്നും കിട്ടൂല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അങ്ങനെ നിന്ന് ആൾക്കാർ റോട്ടിൽ പോണ ആൾക്കാർ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി, വെള്ളം ഒഴുകാൻ തുടങ്ങി. ഇപ്പം ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പൈപ്പ് ഇതൊക്കെ ശരിയാക്കാനുണ്ട്. അത് പാടത്തേക്ക് ഒഴുകിപ്പോണ വെള്ളം. വീടുകളിരിക്കുന്ന സ്ഥലത്തിന് പട്ടയമില്ല. താൽക്കാലിക വീട്ടു നമ്പർ മാത്രമാണ് ഈ 26 കുടുംബങ്ങൾക്ക് ആകെയുള്ളത്. ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയെ എറണാകുളം ജില്ലയിൽ കാണില്ല. ഈ പാവപ്പെട്ടവരെ തിരിഞ്ഞു നോക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഭരണസമിതിയോ ശ്രമിക്കുന്നില്ലെന്നാണ് നഗ്ന സത്യം. കുടിവെള്ളത്തിനും ആശ്രയിക്കുന്നത് പൊതുട്ടാപ്പാണ്. കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും വീടിന് പുറകിലെ അഴുക്ക് വെള്ളം നിറഞ്ഞ കിണറാണ് ശരണം. വോട്ട് ചോദിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾ അത് ഉണ്ടാക്കി തരാം, ഇത് ഉണ്ടാക്കി തരാം. ലാസ്റ്റ് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ വോട്ട് ചോദിക്കുന്ന ഒരാളുണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഒരു ബാത്റൂമും കക്കൂസിനും അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം. എന്താണെന്ന് വെച്ചാൽ രാത്രി ഇതിൽ കൂടി പോകാനോ പിടിക്കാനോ ഒന്നിനും പറ്റണില്ല. പക്ഷേ ഞങ്ങൾ ഈ പാതി രാത്രിയൊക്കെ കുഞ്ഞു കൊച്ചുങ്ങൾ വീട്ടിലേക്ക് കിടത്തിയിട്ട് ഈ ഗർഭിണികളൊക്കെ ഓടി നടക്കാൻ പറ്റുമോ? ഓരോരോ വീടിനല്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിൽ കൊടുത്താലും മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ അവിടത്തെ പോയാൽ മതി, അവിടെ നിങ്ങൾക്ക് വേണ്ടിയല്ല പണം തിട്ടിരിക്കണമെന്നാണ് പറയണത്. ഞാൻ വന്നിട്ട് 30 വർഷമായി. ഞങ്ങളുടെ അമ്മയൊക്കെ വന്നിട്ട് 45 വർഷമായി. വീടാണെങ്കിലും പേരയാണെങ്കിലും സ്ഥലമാണെങ്കിലും ഒന്നും പാസ്സാകലൊന്നുമില്ല. വെള്ളക്കെട്ടല്ല, മഴ പെയ്താൽ അപ്പം വെള്ളം കയറും. ഇവിടെയൊക്കെ വെള്ളം കയറും, റോഡ് വരെ വെള്ളം കയറും. ഇതൊരു കുഴിയാണ്. സ്വന്തമായി 2 സെന്റ് സ്ഥലം മാത്രമാണ് ഇവരുടെ ആവശ്യം. ബാക്കിയെല്ലാം എങ്ങനെയെങ്കിലും പണിതെടുക്കാമെന്നതാണ് ആത്മവിശ്വാസം.
26 കുടുംബങ്ങൾക്കുള്ള ശൗചാലയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ആവശ്യമാണ്. അത് മുത്തുലക്ഷ്മി അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. അധികാരികൾ കണ്ണു തുറന്ന് കാണണം. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ബജറ്റിനോടുള്ള ആദ്യ പ്രതികരണം എന്ന നിലയിൽ ഇന്നലെ വിപണിയിൽ വലിയൊരു നഷ്ടമായിരുന്നു. ഒട്ടുമിക്ക മേഖലകളിലും ആ നഷ്ടം ഉണ്ടായി. രണ്ടാം തര ചെറുകിട ഓഹരികളിലും വലിയ തോതിൽ വിൽപ്പന തുടരുകയായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ തുടരാനാണ് സാധ്യത. ഇന്നലത്തെ വിപണിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പങ്ക് അത്ര ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് ബജറ്റിനോട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതികരണവും വലിയ തോതിൽ വിപണിയെ സ്വാധീനിച്ചേക്കും. വരും ദിവസങ്ങളിലും ആ രീതിയിലുള്ള ഒരു നേരിയ തോതിലെങ്കിലും ഒരു സമ്മർദ്ദം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന ഒരു നിക്ഷേപ അവസരം തന്നെയാണ്. കാരണം ബജറ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൽ ഉണ്ടായിട്ടുള്ള വർധന ഒന്ന് മാത്രമാണ് ഒരു പ്രതികൂലമായി വിപണിക്ക് ഉണ്ടായിട്ടുള്ളത്. മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലമായി തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളർച്ചാ സാധ്യതയും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വളർച്ച അനുമാനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വിപണിയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള തിരുത്തലും എല്ലാം പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ഒരു നിക്ഷേപ അവസരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഇനിയുള്ള വീഴ്ചകൾ നിക്ഷേപ അവസരമായി കണക്കാക്കാവുന്നതാണ്. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ എന്നും വിപണി തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. തുടക്കം നേട്ടത്തിൽ തന്നെയായിരിക്കും. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരാണ് ഇക്കാര്യത്തിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 2026 ICC T20 ലോകകപ്പിൽ കളിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് പാക് സർക്കാർ അനുമതി നൽകുന്നുവെന്നും പക്ഷേ ഫെബ്രുവരി 15 ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ടീം കളിക്കാൻ ഇറങ്ങില്ല എന്നുമാണ് പോസ്റ്റിൽ പറയുന്നത്. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആദ്യം വഹിക്കുന്ന ലോകകപ്പിൽ പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ് നടത്തപ്പെടുന്നത്. ഫെബ്രുവരി 15 കൊളംബോയിലാണ് ഇന്ത്യ പാക് ഗ്രൂപ്പ് മത്സരം. ലോകകപ്പിലെ മറ്റു മത്സരങ്ങളിൽ കളിക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ICCക്കെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരായ T20 ലോകകപ്പ് മത്സരം ബഹിഷ്കരിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിലൂടെ. നമസ്കാരം.